പണ്ട് പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രാമത്തിൽ 30 വയസ്സിനോടടുത്തൊരു യുവാവുണ്ടായിരുന്നു. അവന്റെ ഉള്ളിൽ പഴയകാലത്തെക്കുറിച്ചുള്ള അറിവുകളും കഥകളും തിരതല്ലുന്നുണ്ടായിരുന്നു. ധാന്യങ്ങൾ പൊടിച്ച് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് അവൻ ഗൗരവമായി ചിന്തിച്ചു. ഈജിപ്തിലെ ക്ഷാമകാലത്ത് ജോസഫ് ധാന്യങ്ങൾ ശേഖരിച്ചു വെച്ച ചരിത്രം അവൻ അറിയാമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി 41-49 ജോസഫ് കടൽ മണൽ പോലെ അത്യധികം ധാന്യം ശേഖരിച്ചു. കരുതലോടെ സൂക്ഷിക്കുന്ന ആ രീതി അവനെ വല്ലാതെ ആകർഷിച്ചു. തന്റെ കയ്യിലുള്ള മുന്തിരിപ്പഴങ്ങളും ഇങ്ങനെ മാറ്റിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. മുന്തിരിവള്ളികൾ തളിർത്തു നിൽക്കുന്ന ആ തോട്ടത്തിലേക്ക് അവൻ പതുക്കെ നടന്നു. അവിടെ നിന്നാണ് ഈ വിസ്മയകരമായ യാത്രയുടെ തുടക്കം കുറിച്ചത്. അന്ന് ആ ഗ്രാമത്തിൽ ഒരു വലിയ ആഘോഷം നടക്കുകയായിരുന്നു. ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് ദാവീദ് രാജാവിനെ ഓർമ്മ വന്നു. 2 ശമൂവേൽ 6 അധ്യായം 19 അവന്റെ ഉള്ളിൽ തെളിഞ്ഞത്. 2 ശമൂവേൽ 6:19 കേൾത് ദാവീദ് സകല ജനങ്ങൾക്കും ഓരോ ഉണക്കമുന്തിരി കേക്കും നൽകി. ആ മുന്തിരിയുടെ മാധുര്യം അന്നത്തെ ജനങ്ങൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു. ഈ ഉണക്കമുന്തിരി ഉപയോഗിച്ച് എന്തുകൊണ്ടൊരു അത്ഭുതം സൃഷ്ടിച്ചുകൂടാ? അവൻ ഉണക്കമുന്തിരികൾ ശ്രദ്ധയോടെ ശേഖരിച്ചു. അത് പൊടിക്കാനായി ഒരുങ്ങി. മുന്തിരിപ്പഴങ്ങൾ ഉണക്കിപ്പൊടിച്ച് ഒരു പുതിയ രൂപത്തിലാക്കാൻ അവൻ കഠിനമായി ശ്രമിച്ചു. അവൻ ചെയ്യുന്ന ഓരോ നീക്കവും അമ്മയായ മറിയം ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഓരോ പ്രവൃത്തിയിലും എന്തോ ഒരു ദൈവീകത അവൾ തിരിച്ചറിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടി ചേർക്കണം. ഉത്തമഗീതം 8 അധ്യായം 2 വാക്യമാണ് ഇവിടെ അവന്റെ പ്രചോദനം. ഉത്തമഗീതം 8:2 നിന്നെ ഞാൻ സുഗന്ധമുള്ള വീഞ്ഞും മാതളപ്പഴച്ചാറും കുടിപ്പിക്കുവാൻ. അവൻ ആ മുന്തിരിപ്പൊടിയിൽ വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾ ചാലിച്ചെടുത്തു. മാതളപ്പഴത്തിന്റെ സത്തും സുഗന്ധവും അതിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നു. അവനതൊരു കോൺസെൻട്രേറ്റ് രൂപത്തിലാക്കി സൂക്ഷിക്കാൻ പാകപ്പെടുത്തി. മകന്റെ ഈ പുതിയ പരീക്ഷണം കണ്ട് മറിയത്തിന്റെ ഉള്ളിൽ കൗതുകം നിറഞ്ഞു. ഇതൊരു സാന്ദ്രീകൃത രൂപമാണ്, എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒന്ന്. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്താൽ മാത്രം മതി. നിമിഷങ്ങൾക്കുള്ളിൽ അത് ഏറ്റവും മാധുര്യമേറിയ പാനീയമായി മാറും. അവൻ ആ മനോഹരമായ പാനീയം തയ്യാറാക്കാൻ തുടങ്ങിയാണ്. തെളിനീർ വീഴുമ്പോൾ ആ ഉണക്കമുന്തിരിപ്പൊടി വീണ്ടും ജീവൻ വയ്ക്കും. വെള്ളം പെട്ടെന്ന് നിറം മാറി മുന്തിരിച്ചാറായി മാറി. ഇതിന്റെ സുഗന്ധം ആ മുറിയിലാകെ പരന്നു, എല്ലാവരെയും ആകർഷിച്ചു. തന്റെ മകൻ ചെയ്ത ഈ അത്ഭുതകരമായ പ്രവൃത്തി മറിയം നേരിട്ട് കണ്ടു. ആ നിമിഷം അവൻ യോഹന്നാൻ 15 അധ്യായം 1 വാക്യം സ്മരിച്ചു. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ജീവിതത്തിന്റെ മാധുര്യം ആ സാക്ഷാൽ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്നതിലാണ്. ഇതൊരു സാങ്കല്പിക കഥയാണ്. അത്ഭുതങ്ങൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ?